ഹായ് എവരി വൺ, വെൽക്കം. സോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ പാർട്ട് 2 ടെക്സ്റ്റിലെ 4th യൂണിറ്റ് ഫ്ലവേഴ്സ് ആൻഡ് ഷവേഴ്സ് എന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ സോങ് ഓഫ് ദി ഫ്ലവർ. ദിസ് ഈസ് എ പോയം വിച്ച് ഈസ് റിട്ടൺ ബൈ ഫേമസ് ലെബനീസ് പോയറ്റ് ഖലീൽ ജിബ്രാൻ. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു പോയം ആണ്. പോയം എഴുതിയിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ലെബനീസ് പോയറ്റ് ഖലീൽ ജിബ്രാൻ ആണ്. സോങ് ഓഫ് ദി ഫ്ലവർ, പൂവിൻ്റെ പാട്ട്. നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഡസ് എ ഫ്ലവർ ഹാവ് എനി ഇമ്പോർട്ടൻസ് ഇൻ നേച്ചർ? പ്രകൃതിയിൽ ഒരു പൂവിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഹാവ് യു എവർ തോട്ട് ഓഫ് ദിസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇമാജിൻ വാട്ട് എ ഫ്ലവർ ക്യാൻ സ്പീക്ക് അബൌട്ട് ഇറ്റ് സെൽഫ് ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബിക്കം പാർട്ട് ഓഫ് നേച്ചർ. നമ്മളോടൊന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അതായത് ഒരു പൂവ് അതിന് സ്വന്തമായി സംസാരിക്കാൻ കഴിയുകയും അത് എങ്ങനെ ഈ പ്രകൃതിയുടെ ഭാഗമായി എന്നത് പറയുന്നതും ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ തന്നെ അതാണ്, ഒരു ഫ്ലവർ, അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ബിഫോർ ഗെറ്റിംഗ് ടു ദ പോം, നമ്മളിതിൽ മെയിനായിട്ട് അറിയേണ്ട പോയിൻ്റാണ് 4 സീസൺസ്. 4 സീസൺസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? വിൻ്റർ, സ്പ്രിംഗ്, സമ്മർ ആൻഡ് ഓട്ടം. ഈ 4 സീസൺസും ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഫ്ലവർ അതിൻ്റെ എവല്യൂഷൻ അതെങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഇതിൻ്റെ ഈ 4 സീസൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. I am a kind word uttered and repeated by the voice of nature. പ്രകൃതിയുടെ ശബ്ദം ഉച്ചരിച്ച അല്ലെങ്കിൽ പ്രകൃതിയുടെ ശബ്ദം ആവർത്തിച്ച ഒരു വാക്കാണ് ഞാൻ. ഇവിടെ I am എന്നത് ഈ ഫ്ലവർ ആണ് ഇവിടുത്തെ സ്പീക്കർ. ഫ്ലവറാണ് ഈ പോയം പറയുന്നത്. അട്ടർ ഉച്ചരിക്കുക, റിപ്പീറ്റ് ആവർത്തിക്കുക. I am a star fallen from the blue tent upon the green carpet. ആകാശം എന്ന ബ്ലൂ ടെൻറ്റിൽ നിന്ന് ഗ്രീൻ കാർപ്പറ്റ് എന്ന ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീണ ഒരു നക്ഷത്രമാണ് ഞാൻ. ഇവിടെ ബ്ലൂ ടെൻറ്റ് എന്നത് ആകാശവും ഗ്രീൻ കാർപ്പറ്റ് എന്നത് ഭൂമിയുമാണ്. ഐ ആം ദി ഡോട്ടർ ഓഫ് ദി എലമെൻറ്റ്സ് വിത്ത് ഹൂം വിൻ്റർ കൺസീവ്ഡ്. മഞ്ഞുകാലം, അതായത് വിൻ്റർ ഗർഭം ധരിച്ച പഞ്ചഭൂതങ്ങളുടെ പുത്രിയാണ് ഞാൻ. ടു ഹൂം സ്പ്രിംഗ് ഗേവ് ബർത്ത്. എനിക്ക് ജന്മം തന്നത് സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് മീൻസ് വസന്തം, പൂക്കളൊക്കെ വിരിയുന്ന കാലം. ഐ വാസ് റിയേർഡ് ഇൻ ദ ലാപ്പ് ഓഫ് സമ്മർ. എന്നെ താലോലിച്ചു മടിത്തട്ടിലിട്ട് വളർത്തിയത് സമ്മർ, വേനൽക്കാലമാണ്. റിയർ താലോലിച്ച് വളർത്തുക, ലാപ്പ് മടിത്തട്ട്. ആൻഡ് ഐ സ്ലെപ്റ്റ് ഇൻ ദ ബെഡ് ഓഫ് ഓട്ടം. ഞാൻ ഓട്ടം അല്ലെങ്കിൽ ശരത്കാലത്തിൻ്റെ മെത്തയിലാണ് ഉറങ്ങിയത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് പ്രകൃതിയുടെ ശബ്ദം ഉച്ചരിച്ച ആവർത്തിച്ച ഒരു വാക്കാണ് ഞാൻ. ആകാശം എന്ന ബ്ലൂ ടെൻറ്റിൽ നിന്ന് ഗ്രീൻ കാർപ്പറ്റായ ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീണ ഒരു നക്ഷത്രമാണ് ഞാൻ. മഞ്ഞുകാലം ഗർഭം ധരിച്ച പഞ്ചഭൂതങ്ങളുടെ പുത്രിയാണ് ഞാൻ. അതുപോലെ എനിക്ക് ജന്മം തന്നത് സ്പ്രിംഗ് ആണ്. എന്നെ താലോലിച്ചു മടിത്തട്ടിലിട്ട് വളർത്തിയത് സമ്മറാണ്. ഓട്ടത്തിൻ്റെ മെത്തയിലാണ് ഞാൻ ഉറങ്ങിയത്. സെക്കൻഡ് സ്റ്റാൻസ. അറ്റ് ഡോൺ ഐ യുണൈറ്റ് വിത്ത് ദ ബ്രീസ് ടു അനൗൺസ് ദ കമ്മിങ് ഓഫ് ലൈറ്റ്. രാവിലെ ഞാൻ ഇളം കാറ്റിനൊപ്പം ചേർന്ന് ലൈറ്റ് വരുന്നു എന്ന് അറിയിക്കും. അതായത് പ്രഭാതമാകാൻ പോകുന്നു എന്ന് അറിയിക്കും. ഡോൺ എന്ന് പറഞ്ഞാൽ രാവിലെ, ബ്രീസ് ഇളം കാറ്റ്. അറ്റ് ഈവൻ ടൈഡ് ഐ ജോയിൻ ദ ബേർഡ്സ് ഇൻ ബിഡിങ് ദ ലൈറ്റ് ഫെയർവെൽ. അങ്ങനെ ഈവനിങ് സമയത്ത് ഞാൻ പക്ഷികളോടൊപ്പം ചേരും, എന്നിട്ട് ലൈറ്റിന് യാത്രയയപ്പ് നൽകും. ഫെയർവെൽ മീൻസ് യാത്രയയപ്പ്, അതായത് പകൽ പോയി രാത്രി വരാൻ പോകുന്നു എന്നാണ് അറിയിക്കുന്നത്. The plains are decorated with my beautiful colors. പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ താഴ്വാരകൾ. താഴ്വാരകളെല്ലാം എന്നാൽ ഭംഗിയാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് എൻ്റെ പല നിറത്തിലുള്ള കളറുകളിലുള്ള പൂക്കളാൽ ഭംഗിയാക്കപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദ എയർ ഈസ് സെൻറ്റഡ് വിത്ത് മൈ ഫ്രാഗ്രൻസ്. അവിടുത്തെ കാറ്റ് അല്ലെങ്കിൽ വായു വഹിക്കുന്നത് എൻ്റെ സുഗന്ധമാണ്. ഫ്രാഗ്രൻസ് സുഗന്ധം. As I embrace slumber the eyes of night watch over me. രാത്രിയിൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് രാത്രിയുടെ കണ്ണുകൾ, ഐസ് ഓഫ് നൈറ്റ് വിച്ച് മീൻസ് സ്റ്റാർസ്. രാത്രിയുടെ കണ്ണുകൾ എനിക്ക് കാവലിരിക്കും. അതായത് സ്റ്റാർസ്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് സ്റ്റാർസ്, മേലെയുള്ള നക്ഷത്രങ്ങൾ എനിക്ക് കാവലിരിക്കും. ആൻഡ് ആസ് ഐ അവേക്കൻ ഐ സ്റ്റെയർ അറ്റ് ദ സൺ. എന്നാലോ ഞാൻ ഉണരുമ്പോൾ, അതായത് പകൽ സമയത്ത് ഞാൻ ഉണരുമ്പോൾ ഞാൻ സണ്ണിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. വിച്ച് ഈസ് ദ ഓൺലി ഐ ഓഫ് ദ ഡേ.
ഏതാണ്? സണ്ണാണ് പകൽ സമയത്ത് ഒരേ ഒരു സ്റ്റാർ. രാത്രി സമയങ്ങളിൽ ഒരുപാട് സ്റ്റാർസ് ഉണ്ടാകും. അപ്പോൾ ആ സ്റ്റാർസാണ് ഞാൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് കാവലിരിക്കുന്നത്. എന്നാൽ ഞാൻ ഉണരുന്ന സമയത്ത് സണ്ണിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. ആ സണ്ണാണ് രാവിലെ ഉണ്ടാകുന്ന ഒരേ ഒരു നക്ഷത്രം. അപ്പോൾ ഈ സ്റ്റാൻസാസിൽ പറഞ്ഞിരിക്കുന്നത് താഴ്വരകളെല്ലാം പല കളറിലുള്ള പൂക്കളാൽ ഭംഗിയാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ വായു വഹിക്കുന്നത് ഈ പൂക്കളുടെ സുഗന്ധമാണ്. പിന്നെ രാത്രിയിൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് രാത്രിയുടെ കണ്ണുകളായിട്ടുള്ള സ്റ്റാർസ് എനിക്ക് കാവലിരിക്കും. അതുപോലെ ഞാൻ ഉണരുമ്പോൾ ഞാൻ സണ്ണിനെ തുറിച്ചു നോക്കും. ഈ സണ്ണ് മാത്രമാണ് പകൽ സമയത്തുണ്ടാകുന്ന ഒരേ ഒരു നക്ഷത്രം. ഐ ഡ്രിങ്ക് ഡ്യൂ ഫോർ വൈൻ. ഞാൻ മഞ്ഞുതുള്ളികളുടെ വൈൻ കുടിക്കുന്നു. ഡ്യൂ എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളികൾ. ആൻഡ് ഹേർക്കൺ ടു ദ വോയിസസ് ഓഫ് ദി ബേർഡ്സ്. ഞാൻ കിളികളുടെ ശബ്ദത്തിൽ കാതോർത്തിരിക്കുന്നു. ആൻഡ് ഡാൻസ് ടു ദ റിതമിക് സ്വേയിങ് ഓഫ് ദി ഗ്രാസ്. പുല്ലുകൾ ആടുന്നതിനൊപ്പം ഞാനും ആടുന്നു. ഞാനും അവരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നു. ഐ ആം ദി ലവേഴ്സ് ഗിഫ്റ്റ്. ഐ ആം ദ വെഡ്ഡിങ് റീത്ത്. ഞാനാണ് സ്നേഹിക്കുന്നവരുടെ ഗിഫ്റ്റ്. സ്നേഹിക്കുന്നവർ തമ്മിൽ പൂക്കൾ കൈമാറാറുണ്ട്. അപ്പോൾ ഞാനാണ് അവരുടെ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഐ ആം ദ വെഡ്ഡിങ് റീത്ത്. വെഡ്ഡിങ്സിലെ വിവാഹ ദിവസങ്ങളിലെ ബൊക്കെയാണ് ഞാൻ. പൂക്കൾ കൊണ്ടുണ്ടാക്കുന്ന ബൊക്കെ അത് ഞാനാണ്. ഐ ആം ദ മെമ്മറി ഓഫ് എ മൊമെൻ്റ് ഓഫ് ഹാപ്പിനെസ്. ഞാൻ ഒരു നിമിഷത്തെ സന്തോഷത്തിൻ്റെ ഓർമ്മ ആണ്. ആ ഒരു നിമിഷത്തെ സന്തോഷത്തിൻ്റെ ഓർമ്മ എന്താണ്? പൂക്കളാണ്. ഐ ആം ദ ലാസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദ ലിവിങ് ടു ദ ഡെഡ്. മരിച്ചു പോയവർക്ക് ജീവിച്ചിരിക്കുന്നവർ കൊടുക്കുന്ന അവസാന ഗിഫ്റ്റും അതും എന്താണ്? പൂക്കൾ ആണ്. ഐ ആം എ പാർട്ട് ഓഫ് ജോയ് ആൻഡ് പാർട്ട് ഓഫ് സോറോ. ഞാൻ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഭാഗമാണ്. പാർട്ട് ഓഫ് ജോയ് സന്തോഷത്തിൻ്റെ, പാർട്ട് ഓഫ് സോറോ സങ്കടത്തിൻ്റെ. അതായത് അവിടെ പാർട്ട് ഓഫ് ജോയ് എന്ന് പറയുന്നതാണ് ലവേഴ്സ് ഗിഫ്റ്റ്, വെഡ്ഡിങ് റീത്ത് എല്ലാം. പാർട്ട് ഓഫ് സോറോ ആണെന്ത്? ലാസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദ ലിവിങ് ടു ദ ഡെഡ് അല്ലേ? മരിച്ചവർക്ക് നമ്മൾ അവസാനമായിട്ട് കൊടുക്കുന്നതും എന്താണ്? പൂക്കളാണ്. ഇതെല്ലാം സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും ഭാഗങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പൂവ് എന്താണ്? സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഭാഗമാണെന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റാൻസ. ബട്ട് ഐ ലുക്ക് അപ്പ് ഹൈ ടു സീ ഓൺലി ദ ലൈറ്റ്. പക്ഷേ ഞാൻ എപ്പോഴും മുകളിലേക്ക് നോക്കും പ്രകാശം കാണാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ എപ്പോഴും വെളിച്ചത്തിൻ്റെ ഭാഗത്തേക്കാണ് നോക്കൽ. തല ഉയർത്തിയിട്ട് വെളിച്ചം വരുന്ന ഭാഗത്തേക്ക് മാത്രമാണ് നോക്കൽ. ആൻഡ് നെവർ ലുക്ക് ഡൗൺ ടു സീ മൈ ഷാഡോ. അല്ലാതെ താഴെ എൻ്റെ നിഴൽ കണ്ട് ഞാൻ ഒരിക്കലും ഇരിക്കാറില്ല. ദിസ് ഈസ് വിസ്ഡം വിച്ച് മാൻ മസ്റ്റ് ലേൺ. അപ്പോൾ ഇത് ഈ ലാസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് ഈ ഫ്ലവർ നമുക്ക് തരുന്നൊരു മെസ്സേജും കൂടെയാണ്. എന്ത്? മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു തിരിച്ചറിവും വിവേകവും ഇതാണ്. വിസ്ഡം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് അല്ലെങ്കിൽ വിവേകം. അപ്പോൾ എന്താണ് പറയുന്നത്? പൂക്കൾ എപ്പോഴും ശുഭപ്രതീക്ഷ നൽകുന്നു. അതൊരിക്കലും കഴിഞ്ഞു പോയ ദുഃഖങ്ങളെ ഓർക്കാറില്ലെന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് മനുഷ്യർ തിരിച്ചറിയേണ്ട ഒരു അറിവും എന്നാണ് പൂവ് നമ്മോട് പറയുന്നൊരു മെസ്സേജ്. മനുഷ്യർ ഇതുപോലെ കാര്യങ്ങളുടെ ബ്രൈറ്റർ സൈഡിലേക്ക് നോക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ കഴിഞ്ഞു പോയ കാര്യത്തെ ഓർത്ത് ഒരിക്കലും സങ്കടപ്പെടരുത്. ഈ പൂവ് പറയുന്നത് അതെപ്പോഴും തല ഉയർത്തി നിൽക്കുന്നതാണ്. ഒരിക്കലും അതിൻ്റെ നിഴലിനെയോ അല്ലെങ്കിൽ താഴേട്ടോ നോക്കാറില്ല എന്നാണ്. അതുപോലെ ആയിരിക്കണം മനുഷ്യരും എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഈ പൂവ് അതിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തരുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക് യു.